നാളെ ഏപ്രിൽ 27 ചൊവ്വാഴ്ച. നാളെയും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നതാണ്. വൈകുന്നേരങ്ങളിലെ അമിത ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലായിരിക്കും നിയന്ത്രണം നടപ്പിലാക്കുക. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കൂടുന്ന സമയങ്ങളിൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകുമെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ് കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ വരുന്നു എന്നതാണ്. അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിലും മാറ്റമുണ്ട്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ദളിത് സംഘടനകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്നും ഹർത്താലുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇന്നത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് മുന്നണികൾ നൽകിയിട്ടുണ്ട്. നിലവിലെ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് ഗുണഭോക്താക്കളുടെ വലിയ പ്രതീക്ഷ. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 20-ന് ശേഷമായിരിക്കും ആരംഭിക്കുക. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും PM കിസാൻ സംബന്ധിച്ച അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.